ടി വരുമാന വർധന പ്രതീക്ഷിച്ചതിന്റെ 10% പോലും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയിരുന്ന അമിത നികുതി കൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നുപോയത്. ഈ സാഹചര്യത്തിലാണ് GST നിരക്കുകൾ താഴ്ത്തുക എന്ന കടുങ്കൈ ചെയ്യാൻ സർക്കാർ സന്നദ്ധമായത്. ഈ കണക്കുകൾ കേരളത്തിൽ നിന്നും ആരംഭിക്കാൻ നമുക്ക്. 2018-19 കേരളത്തിന്റെ GST വരുമാനം 21,015 കോടിയായിരുന്നു. ഇത് കോവിഡ് മൂലം പിന്നീടുള്ള 2 വർഷങ്ങളിലും താഴ്ന്നു. അതിനുശേഷം 2022-23 29,513 കോടിയായി. പക്ഷേ അവിടെ നിന്നുള്ള വളർച്ച അത് വളരെ കുറവായി. 2023-24 30,564 കോടി, 1000 കോടിയിൽ താഴെ മാത്രമാണ് വളർച്ച. 2024-25 നോക്കിയാൽ 32,772, അതായത് 2000 കോടിയുടെ മാത്രം വളർച്ച. വർഷം ശമ്പളം കൊടുക്കാൻ മാത്രം 45,819 കോടി വേണ്ട കേരളത്തിൽ ആകെ GST വരുമാനമാണ് ഇപ്പറയുന്ന 32,772 കോടി രൂപ. പെൻഷന് വേറെ 29,480 കോടി രൂപയും പലിശയ്ക്കായി 31,823 കോടിയും കണ്ടെത്തേണ്ടതുണ്ട്. റോഡ് നന്നാക്കൽ മുതൽ വികസന പ്രവർത്തനങ്ങൾ വരെ വേറെയും ആവശ്യങ്ങൾ നിരവധിയാണ്. ഇതിനൊക്കെ പുറമെ ക്ഷേമ പെൻഷനും മറ്റ് ചിലവുകളുമുണ്ട്. ഇതിനൊക്കെ കൂടി വർഷം കുറഞ്ഞത് 1.5 ലക്ഷം കോടി വേണ്ടിടത്താണ് GST ഇനത്തിൽ 32,772 കോടി മാത്രം ലഭിക്കുന്നത്. വർധന പേരിനുണ്ടാകുന്നുണ്ടോ എങ്കിലും ചിലവുകൾ അതിന്റെ 10 മടങ്ങ് വർദ്ധിക്കുന്ന സ്ഥിതി കേരളത്തിൽ മാത്രമല്ല, ഓരോ സംസ്ഥാനത്തും ഇതുതന്നെയാണ് സ്ഥിതി.